കനിവാർന്ന കൈകളിൽ നൽകിടാം കനലരിയും എൻ ജീവിതം. മറ്റൊരു പാവറട്ടി പെരുന്നാൾ കൂടെ വരാനിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാം, പാവറട്ടി പെരുന്നാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പാട്ട് പെരുന്നാൾ കൂടിയാണ്. എല്ലാ വർഷവും പുതുമയേറിയിട്ടുള്ള ഓരോരോ പാട്ടുകളുമായിട്ട് പാവറട്ടിക്കാർ നമ്മുടെ മുന്നിലെത്താറുണ്ട്. നമ്മളെല്ലാവരും അത് ആഘോഷിക്കാറുമുണ്ട്. അങ്ങനെ പാവറട്ടിയിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായിട്ടുള്ള പാപ്പ ഫ്രണ്ട്സ് ഇത്തവണയും പാട്ടുമായിട്ട് എത്തുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ചുക്കാൻ പിടിക്കുന്ന ജെവിൻ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ പാവറട്ടിയിലെ പാട്ടുകാരൻ 4 പതിറ്റാണ്ടോളം ആയിട്ട് നമുക്ക് പാവറട്ടിയിൽ 4 എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവല്ലേ. അപ്പൊ പാവറട്ടിയിലെ ഇത്രയും വർഷമായിട്ട് എല്ലാ ജനറേഷനും കണ്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകാരൻ, നിത്യഹരിത പാട്ടുകാരൻ എന്നൊക്കെ പറയാം അല്ലേ, നമ്മുടെ ജെയിംസ് ഏട്ടനും ഉണ്ട്. അപ്പോൾ കുറച്ച് പാവറട്ടി പെരുന്നാൾ പാട്ട് വിശേഷങ്ങളും പഴയ പെരുന്നാൾ ഓർമ്മകളൊക്കെ ആയിട്ട് നമുക്കൊരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ടുപേരെയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ജെബിൻ ചേട്ടൻ തന്നെ പറയൂ, ജെയിംസ് ചേട്ടൻ്റെ പാട്ടും പാവറട്ടി പെരുന്നാൾ പാട്ടിൻ്റെ ആ ഒരു വിശേഷങ്ങളൊക്കെ, അതിൻ്റെ ഓർമ്മകളൊക്കെ എങ്ങനെയാ? ആദ്യം എല്ലാവർക്കും ഹാപ്പി പെരുന്നാൾ. പിന്നെ ഈ വർഷം നമ്മൾ പറഞ്ഞ പോലെ തന്നെ മഞ്ചേരി ആലപിച്ചൊരു പാട്ടുമായിട്ടാണ് പെരുന്നാളിന് നമ്മൾ പാപ്പറോയ്സിൻ്റെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് അരികിലെത്തുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജെയിംസ് ഏട്ടനും ഞാനുമായിട്ട് ഗായക സംഘത്തിലുള്ള പരിചയമാണ്. ഞാനൊരു 94 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗായക സംഘത്തിലേക്ക് വരുമ്പോൾ ജെയിംസ് ഏട്ടൻ അവിടെ ഒരു വൻവൃക്ഷമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പോഴും അതിന് കുറവൊന്നുമില്ല. ജെയിംസ് ഏട്ടൻ്റെ ആ ഒരു ശബ്ദവും, അതും ജെയിംസ് ഏട്ടൻ്റെ പ്രായം ശരിക്കും പറയാൻ പാടില്ല എന്നാണ്. പക്ഷേ ജെയിംസ് ഏട്ടൻ എത്ര വയസ്സായി? 62 വയസ്സായി. 62 വയസ്സിലും അദ്ദേഹം കൃത്യമായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും നമ്മുടെ ആശ്രമ ദേവാലയത്തിൽ 8:30-ക്കുള്ള കുർബാന, ഞാൻ പാവർട്ടിയിലെത്തുമ്പോൾ മിക്കവാറും 8:30-ക്കുള്ള കുർബാനയാണ് കാണാറ്. അതിന് കാരണം എന്ന് വെച്ചാൽ ജെയിംസ് ഏട്ടൻ്റെ സ്വരത്തിലുള്ള പാട്ട് കേൾക്കാനുള്ളൊരു ആഗ്രഹം കൊണ്ട് കൂടിയാണ് ആ കുർബാന അറ്റൻഡ് ചെയ്യാറുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ പെരുന്നാൾ കാലങ്ങളും എനിക്ക് തോന്നുന്നു ജെയിംസ് ഏട്ടാ, നമ്മൾ പണ്ട് ആകാശവാണി ആ ഒരു രീതിയിലായിരുന്നു. അപ്പോൾ വി ഡി തോമസ് ഏട്ടനായിരുന്നു ആകാശവാണിയിലെ ഒരു വലിയ ആർട്ടിസ്റ്റായിരുന്നു, ഗിറ്റാറിസ്റ്റായിരുന്നു. അപ്പോൾ പെരുന്നാൾക്ക് പലപ്പോഴും പുറത്തുനിന്ന് ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്ന അത്ര പ്രഗത്ഭരായിട്ടുള്ളവർ നമ്മുടെ ഗായക സംഘത്തിൽ ചിലപ്പോൾ കുറവായിരിക്കും. അപ്പോൾ പുറത്തുനിന്ന് നമ്മൾ വലിയ ആർട്ടിസ്റ്റുകളെ കുർബാനയ്ക്കൊക്കെ ആയിട്ട് വിളിക്കും. അപ്പോൾ അങ്ങനെയാണ് വി ഡി തോമസ് ഏട്ടൻ വരുന്നത്. അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തെ പറ്റിയിട്ടൊന്ന്. ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ഒരു ഹാർമോണിയം, ഒരു തബലയൊക്കെ വെച്ച് മാത്രമായിരുന്നു. പിന്നീട് കുറേ കാലം കഴിഞ്ഞപ്പോൾ മറ്റേ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസുകളുടെ കീബോർഡുകളും അങ്ങനത്തെയൊക്കെ വന്നു. അന്ന് ഓർഗൻ പിന്നെ അത് കീബോർഡായി. പിന്നെ വേറെ പേരുണ്ടോ എന്ന് എനിക്കറിയില്ല, കീബോർഡ് തന്നെ. പിന്നെ നമ്മൾ വെച്ചാൽ ഓരോ കൊല്ലം ഇറങ്ങുന്ന ഹിറ്റ് പാട്ടുകളാണ് നമ്മളതിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി വായിക്കാൻ വേണ്ടി നമ്മുടെ ഇടവകയിലുള്ള ആൾക്കാർക്ക് അത്ര ഒരു പെർഫെക്ഷൻ ഇല്ലാത്ത കാരണം നമ്മൾ പ്രൊഫഷണൽ ആർട്ടിസ്റ്റുകളെ വിളിക്കാൻ വന്നു തുടങ്ങി. അതിൽ പെട്ടാണ് ഇപ്പോൾ പി ഡി തോമസ്. പി ഡി തോമസിനെ എൻ്റെ കാലഘട്ടത്തിലാണ് ഞാനൊക്കെ പോയിട്ടാണ് അദ്ദേഹത്തിനെ ക്ഷണിച്ചത്. ആകാശവാണിയിലേക്കുള്ളൊരു എൻട്രി കൂടി അങ്ങനെ കിട്ടുകയാണ്. ആകാശവാണിയിൽ അറിയാലോ, ഇപ്പോൾ അശ്വതി ആകാശവാണിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അവിടെ ഓരോ സെഷനൊക്കെ ഉണ്ടാവും. ഈ എന്താണ് ഭക്തിഗാനങ്ങൾ, പിന്നെ പ്രഭാത അങ്ങനെയുള്ള പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ അതിലേക്ക് രാവിലെ കൊയർ സോങ്സ്, അതിൻ്റെ ഒരു കാര്യങ്ങൾ, അതിൻ്റെ ഒരു ഹയർ അതോറിറ്റി എന്ന് പറഞ്ഞാൽ തോമസ് ഏട്ടനാവും. അപ്പോൾ തോമസ് ഏട്ടന് ചൂസ് ചെയ്യാം ഏത് കൊയർ വേണം, ഏത് സിംഗേഴ്സ് വേണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം അദ്ദേഹം നമ്മളോടുള്ള സ്നേഹക്കൂടുതൽ കാരണം പാവർട്ടിക്ക് പലപ്പോഴും ആ ഒരു ക്ഷണം കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടി, അപ്പോൾ അവിടെയുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശവാണിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെയ്യുന്ന പാട്ടുകൾ, ഇപ്പോൾ അന്ന് എത്ര വലിയ ഹിറ്റ് കമ്പനി ഉണ്ടെങ്കിലും അത് നേരെ നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ടൊരു പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, ഒരു വരികൾ എഴുതി ട്യൂൺ ചെയ്ത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് നമ്മുടേതായിട്ടുള്ള യുണീക്ക് സോങ് ഉണ്ടാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ പാവർട്ടിയിൽ കുറേ പേര് അങ്ങനെ, ജെയിംസ് ഏട്ടൻ, ഡേവിസ് ഏട്ടൻ, പിന്നെ മഞ്ചേരി സോങ് ചെയ്തിട്ടുള്ള ടിറ്റോ, ലിജോ മോൻ, അങ്ങനെ കുറേ പേര് ഇങ്ങനെ പാട്ടുകൾ സ്വന്തമായിട്ട് വരികൾ എഴുതി ട്യൂൺ ചെയ്യും. അത് പിന്നെ ഗായക സംഘത്തിലുള്ളവരൊക്കെ ചേർന്ന് പാടും.
അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് ആകാശവാണി എന്ന് പറഞ്ഞത് പിന്നെ ഈ ചാനലുകളിലെ യുഗം കഴിഞ്ഞു, ഇപ്പോൾ ഡിജിറ്റൽ യുഗമായി, യൂട്യൂബായി. പക്ഷെ അന്ന് ആകാശവാണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊരു വലിയൊരു കാലഘട്ടം കൂടിയായിരുന്നു. അന്ന് ആ ഒരു രീതിയിൽ നിന്നതുകൊണ്ടാണോ ജെബിൻ ചേട്ടൻ പിന്നീട് ഇപ്പോഴാണെങ്കിൽ എല്ലാ വർഷവും ഇങ്ങനെ ഓരോരോ പാട്ട് ഇറക്കുക? അതൊരു ഹരമാണ്, പാവറട്ടിയിലെ നിങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു ഹരമാണ് ഈ പാട്ട് ഇറക്കുക എന്നുള്ളതല്ലേ. അതിൽ വ്യത്യസ്തമായിട്ടുള്ള ഗായകരെ, അതായത് നമുക്ക് ഏറ്റവും എന്താ പറയാ, ഓരോ കാലഘട്ടത്തിലും നമുക്കിപ്പോ നമ്മൾ നോക്കുകയാണെങ്കിൽ പാടാത്തവരില്ല, വലിയൊരു ലിസ്റ്റാണ്. എം ജയചന്ദ്രൻ, എപ്പോഴും പിന്നെ എപ്പോഴും അതെ അതെ ശ്രീകുമാർ, സുജാത, ഉണ്ണിമേനോൻ, മഞ്ചരി, ബിജു നാരായണൻ. അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ഗായകര് ഒപ്പം തന്നെ നമ്മൾ പുറത്തുള്ള ഗായകര്, ഇത് രണ്ടിന്റെ ഒരു ബാലൻസിങ് സംഭവിക്കുമ്പോഴാണല്ലോ നമ്മൾ മൊത്തത്തിലൊരു വളർച്ച നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിനും സംഭവിക്കുക. അപ്പൊ അതുകൊണ്ട് കൂടിയാണ് അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്. മഞ്ചരിയിലേക്ക് ഈ വർഷം എത്തിയതൊക്കെ അതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ വർഷം നമ്മൾ ആദ്യത്തെ സോങ് ചെയ്തത് ജോസിനി മാഷായിരുന്നു. ജോസിനി മാഷ് ഇപ്പൊ കഴിഞ്ഞ നാളുകളിലാണ് നമ്മൾ വിട്ടുപോയത്. അപ്പൊ ജോസിനി മാഷൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് ആ പാട്ട് ഏറ്റവും വലിയ, ഇപ്പൊ നമ്മൾ ചെയ്തൊരു 10-11ഓളം പാട്ടുകളിൽ ഏറ്റവും ഹിറ്റായ പാട്ട് എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള പരിഭാവന പാദം തേടിയാണ്. അപ്പൊ ആ പാട്ടിന്റെ ഒരു പിറവിക്കാലൊക്കെ മറ്റാരേക്കാളും കൂടുതൽ അറിയുന്നതും ഓർത്തെടുക്കാൻ സാധിക്കുന്നതും ജെയിംസ് ചേട്ടനായിരിക്കും. അപ്പൊ ആ ഒരു പാട്ടിനെ പറ്റിയുള്ള ഒരു ഓർമ്മകൾ അതിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊന്ന് പാടിയാലോ? അത് ജെയിംസ് ചേട്ടന്റെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുക, ആ പാട്ട് കേട്ടിട്ട് ഇനി അതിനെ കുറിച്ച് പറഞ്ഞാലോ? പരിപാവന പാദം തേടി 10,000 അണയുന്നു, പരിപാലനമേകൂത്താതാ പാവനമാർയൗസേപ്പേ. പരിപാവന പാദം തേടി 10,000 അണയുന്നു, പരിപാലനമേകൂത്താതാ പാവനമാർയൗസേപ്പേ. ഓരോ പെരുന്നാളിനും ഒരു പുതിയ പാട്ടുണ്ടാവും. ഇപ്പം നമ്മളിപ്പോൾ ചെയ്യുന്ന പോലത്തെ അതിൻ്റെ വേറൊരു രൂപം, വേറൊരു ഭാവം. അപ്പോൾ ഒരു പെരുന്നാൾ കാലത്താണ് ഈ ഒരു പാട്ട് പിറവിയെടുത്തതെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അത് ആ ഒരു ഓർമ്മകള് ഞാനുള്ള സമയം ഞാൻ ജസ്റ്റ് വന്നിട്ടുള്ളൂ കൊയറിലേക്ക്. അത് മുന്നത്തെ സീനിയേഴ്സ് ആണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഏത് കാലഘട്ടമായിട്ട് വരും? ജെബിൻ ചേട്ടൻ നിങ്ങൾ പരിചയപ്പെടുന്നത് 94 ആന്ന് പറഞ്ഞു, അപ്പൊ തന്നെ 30 വർഷം കഴിഞ്ഞു. ഞാൻ വരുന്നത് 77-78 കാലഘട്ടത്തിലാണ് ഞാൻ കൊയറിൽ വരുന്നത്. പക്ഷെ അതിന് ശേഷം ഞങ്ങള് ജൂനിയർ ടീമാണ്, ഇത് ഒരു സീനിയർ ടീം വന്നിട്ടുണ്ടായിരുന്നു. ഈ ജോസിനി മാഷ് അങ്ങനത്തെ നല്ല ആർട്ടിസ്റ്റുകൾ. ജോസിനി മാഷ് നന്നായിട്ട് പാട്ട് ട്യൂൺ ചെയ്യുന്ന ആളാണ്. അപ്പോൾ പരിപാലനപാദം അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. ഹാർമോണിയം മൂപ്പര് കയ്യൊക്കെ അടിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ട്യൂൺ ചെയ്യുക. അപ്പം അങ്ങനെയാണ് അത് ട്യൂൺ വന്നുള്ളത്. പക്ഷേ തുടക്കത്തിലേ എനിക്കത് പാടാൻ വന്നില്ല. പിന്നീട് കുറേ കാലം എനിക്ക് പാടാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. പരിപാലനപാദം തേടി വരികൾ വി എൻ ജോസ് മാഷെ അപ്പൻ നിക്ലോസ് മാഷ് നന്നായി ഒരു നമുക്ക് കണ്ടമാന ഭക്തിഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സോറി എഴുതിയിട്ടുണ്ട്. വലിയൊരു രചയിതാവായിരുന്നു. പിന്നെ ആ സമയത്ത് തന്നെ ഒരു പാട്ട്, അതൊരു ഹിന്ദി ഇതിന്റെ ട്യൂണിലുണ്ടായിരുന്നില്ലേ? അതിന്റെ വരികൾ എനിക്ക് ഓർമ്മയില്ല. അത് ഞാൻ മനസ്സിലായി, ഹിന്ദി ട്യൂൺ. അന്ന് പഴയ കാലങ്ങളിലെ ഹിന്ദിയില് പാട്ടുകൾ പഴയ കാലങ്ങളിൽ അങ്ങനെ വന്നിരുന്നു. നമുക്ക് മലയാളത്തിൽ പ്രത്യേകിച്ച് ട്യൂണൊന്നുമില്ല. അന്ന് ഇറങ്ങണ ഹിന്ദി പാട്ടിന്റെ ട്യൂണില് നമ്മൾ അതേ സെയിമില് നമ്മളിവിടെ പാടും, അത്രേ ഉള്ളൂ. പിന്നീട് മാറ്റങ്ങൾ വന്നു. അന്ന് ഇങ്ങനെ ഒരുപാട് പാടിയിരുന്ന, അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ പാടുന്ന കേട്ട് ഇതുപോലെ ഒരുപാട് ആരാധകരെ ഉണ്ടാക്കിയ പാട്ട് വേറെ ഏതായിരുന്നു? പരിപാവന പാദം അല്ലാതെ പാവർട്ടിക്കാരെ സ്പെഷ്യൽ പാട്ടുകൾ തന്നെയാണ്. പിന്നെ ഈ പാട്ട് ക്ലാസ് സഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ പാടുന്ന പാട്ടാണ്. പക്ഷെ അതിന്റെ മ്യൂസിക് ചെയ്ത ആരാന്നറിയില്ല. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ പാടി കേട്ടിട്ടുള്ളത് ഇവിടെ തന്നെയാണ്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പൊ യൗസപിതാവിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ദേവാലയമാണ്. ഇപ്പം മാതാവിന്റെ, വേളാങ്കണ്ണി മാതാവിന്റെ പറയുന്ന പോലെ ഇപ്പൊ സൗത്ത് ഇന്ത്യയിലെ തന്നെ സെന്റ് ജോസഫിന്റെ ഏറ്റവും വലിയൊരു ദേവാലയമാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ബുധനാഴ്ച പ്രാധാന്യമുള്ള ദിവസങ്ങളിൽ യൗസപിതാവിന്റെ പാട്ടുകൾ ഇങ്ങനെ മാറി മാറി പാടേണ്ട അവസരങ്ങൾ സംജാതമാകുമ്പോൾ നമ്മളിങ്ങനെ 4-5 പാട്ട് സ്ഥിരം പാടുമ്പോൾ പിന്നെ അടുത്ത പാട്ടുകൾ തേടി നമ്മൾ പോകും. അങ്ങനെയുള്ള ഒരു ഇത് വരുമ്പോൾ ഈ പാട്ട് ഏറ്റവും റിപ്പീറ്റായിട്ട് പാടിക്കൊണ്ടിരിക്കുന്ന, പാടാൻ വളരെ എളുപ്പമുള്ള ഒരു പാട്ടാണ്. പക്ഷെ സത്യത്തിൽ കുറച്ചൊക്കെ അന്വേഷണങ്ങൾ നടത്തിയിട്ടും ഈ പാട്ട് ആര് ചെയ്താണ്, മ്യൂസിക് ആര് ചെയ്താണെന്ന് അറിയില്ല. ആ ക്ലേശം സഹിക്കുന്നവർക്ക് രണ്ടുപേര് ക്ലേശം സഹിക്കുന്നോർക്കും വീടു പുലർത്തുന്നോർക്കും മാതൃകയായുള്ളോനേ
യേശുവിൻ സ്നേഹത്താതാ. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പല കാലഘട്ടങ്ങളിൽ ഇപ്പോൾ ജോസിന് ഓരോന്നും ഓരോ തലമുറകളാണ്. ഇപ്പോൾ VN ജോസ് മാഷ് പിന്നെ ആ തലമുറയിൽ ഉണ്ടായിരുന്ന ആരൊക്കെയാ അങ്ങനത്തെ ഒരു ജോസ് മാഷ് കാലഘട്ടത്തിൽ ജോസിന് മാഷ് മെയിനായിട്ട്, പിന്നെ ഒരു വയലിൻ വായിക്കാൻ ജോസ് മാഷ്, പിന്നെ നിക്കുളസ് മാഷിന് ഒരു അനിയനായിട്ട് സംഗീതമല്ല ജോസ് മാഷ്, പിന്നെ ഒരു ഔസേപ്പേട്ടൻ, പിന്നെ ചിറ്റാട്ടിൽ നിന്ന് വിൻസെന്റ് മാഷ് വന്നിരുന്നു വയലിനൊക്കെ വായിക്കാൻ. പിന്നെ വേറെ വലിയ ആള് ജയചന്ദ്രൻ്റെ ട്രൂപ്പിലൊക്കെ ആൾ പോയി വായിച്ചിരുന്നു. പിന്നെ ഗിറ്റാർ വായിക്കാൻ ഒരു സുനില്, അങ്ങനെ കുറേ ആൾക്കാർ, നല്ലൊരു ടീം അന്ന് ഉണ്ടായിരുന്നു ശരിക്കും. പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അവരൊക്കെ പോയി. പിന്നീടാണ് നമ്മൾ പുറമൊന്ന് വിളിക്കണ ആ ഒരു സിറ്റുവേഷൻ വരുന്നത്. പിന്നീട് ഒരു 94, 95, 2000 കൂടിയിട്ടാണ് ഇവരുടെയൊക്കെ സമയം വരുന്നത്. അത് ജെബിൻ, വിലിജോ, ടിറ്റോ അവർ സ്വയം പാട്ട് എഴുതി ട്യൂൺ ചെയ്യേണ്ടൊക്കെ ഒരു ഇത് വന്നു തുടങ്ങി. എനിക്കും നല്ലൊരു എനർജി ഒക്കെ വന്നത് കാലഘട്ടത്തിലാണ്. ഇവരെ പ്രോത്സാഹനം ഉണ്ടാവും ഇപ്പോഴും. അന്ന് അതാത് കൊല്ലം ഇറങ്ങണ ഹിറ്റ് പാട്ടുകൾ വന്നിട്ട് അത് പാടി ജംസിട്ട പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രോത്സാഹനമൊക്കെ തരാറുണ്ട്. അതുപോലെ ടോമിന്റെ ചെങ്കരിയുടെ പാട്ടുകളായിരുന്നു ഭയങ്കര ഹിറ്റ്. രക്ഷക എന്നുള്ളത് 90 മുതൽ ഇറങ്ങുന്നു. പിന്നെ വചനം, തിരുവചനം, മോചനം, വന്ദനം, പാവനം, ഉത്താനം, ഇങ്ങനെ ഓരോ വർഷം ഇന്നം വെച്ചിട്ടുള്ള പ്രാസത്തിൽ കുറെ സീരീസ് വരും. അപ്പോൾ അതിൽ കുറേ പാട്ടുകൾ, അത് ഏറ്റവും ഹിറ്റായ പാട്ടാവുന്ന സമയത്ത് ജെയിംസ് ചേട്ടൻ പാടാറുണ്ട്. പിന്നെ അതുപോലെ ലുത്തനിയ വലിയൊരു പരീക്ഷണമായിരുന്നു. ലുത്തനിയയുടെ രണ്ടുപേരും, മധുബാലകൃഷ്ണൻ അത് വേറൊരു സ്റ്റൈലൊരു ഇംപ്രവൈസേഷൻ വേറെ റൂട്ടിലാൾ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ജെയിംസ് ചേട്ടൻ പാടി കേൾക്കാറുള്ള ആ ഒരു ലുത്തനിയ ഇതാണ് നമ്മൾ ഈ പാവർട്ടി തിരുനാളിലെ ഏറ്റവും പ്രാധാന്യമുള്ള കൂടുതുറക്കലിനോടനുബന്ധിച്ച് കേൾക്കാറുള്ളത്. അതിലെ ഒരു 2 വരി. ലുത്തിനിയ എന്ന് പറഞ്ഞാൽ ഒരു ഹരം, ഒരു ആവേശം എന്നൊക്കെ പറഞ്ഞത് എന്ന് വെച്ചാൽ അത്രയും ഒരു പ്രധാനപ്പെട്ട ഒരു ടൈം. അതായത് കുർബാന കഴിഞ്ഞിട്ട് പിന്നെ ലുത്തിനി അവസരം എല്ലാവരും ആകാംക്ഷയുടെ നോക്കണ ആ ഒരു ടൈമാണ്. ആ നേരത്തെ നമ്മൾ അതെ പീക്ക് ടൈം എന്ന് പറയും. അതായത് മെയിൻ കുർബാന സ്വീകരണത്തിൻ്റെ സമയത്തൊരു പാട്ടും ലുത്തിനിയ അന്നത്തെ മാസ്റ്റർ പീസ്. ആൾക്കാർ ശ്രദ്ധിക്കുന്ന ഒരു ടൈം അതാണ്. അപ്പോൾ അത് പാടുന്ന നേരത്ത് ഇപ്പോൾ ഔസേപ്പൻ്റെ ഇത് പറഞ്ഞ പോലെ നമ്മൾ കുറേ സന്ദർഭങ്ങളിൽ എനിക്ക് മൂപ്പര് ഹെൽപ്പ് ചെയ്യുന്നു പറയും. പാട്ടൊക്കെ പാടി ക്ഷീണിച്ച് ലുത്തിനിയ തുറന്ന നേരത്ത് ഞാനൊരു ഒറ്റ പ്രാർത്ഥനയാണ്, ഒരു മാന്ത്രികത്തോടെ തരാൻ പറയും. കാരണം വെച്ചാൽ കുറേ ടൈമിൽ സമയം പിടിക്കും ഇത് ലുത്തിനിയ പാടാൻ. ഒരു ഭജന സ്റ്റൈലാണ്. അപ്പൊ അതിനൊക്കെ ഒരു അനുഗ്രഹം കിട്ടിയെന്ന് തോന്നുന്നു അന്നൊക്കെ. വളം തിരിവ് എല്ലാം അത്യാവശ്യം ഒരു വളവും തിരിവും ഒടിവും ഒക്കെയുള്ള ഒരു സെമി ക്ലാസിക്കൽ ആയിട്ടുള്ള റൂട്ടിലൂടെയാണ് ഇതിന്റെ സഞ്ചാരമൊക്കെ. അപ്പൊ നമ്മൾ കുറെ പാട്ടുകൾ പാടിക്കഴിഞ്ഞ്, കുർബാനയുടെ തുടക്കം തൊട്ടുള്ള പാട്ടുകളൊക്കെ പാടിക്കഴിഞ്ഞ് ഈ ഒരു ഏരിയയിൽ എത്തുമ്പോഴേക്കും സാധാരണഗതിയിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. സ്ക്രാച്ചൊക്കെ വീഴാനുള്ള സാധ്യതയുണ്ട്. വൈകുന്നേരമാണ് 7:30 സമയത്താണ്. അപ്പൊ ആ സമയത്തുള്ളൊരു ഇതാണ് ആ ലുത്തനിയും പാവർട്ടിക്കാരുടെ ഒരു മ്യൂസിക്കൽ എന്താ പറയാ, ഒരു ഇന്നോവേഷൻ പരിപാടിയാണ്. കർത്താവേ അനുഗ്രഹിക്കേണമേ, മിശിഹായേ അനുഗ്രഹിക്കേണമേ, കർത്താവേ അനുഗ്രഹിക്കേണമേ, മിശിഹായേ പ്രാർത്ഥന കേൾക്കേണമേ, മിശിഹായേ പ്രാർത്ഥന കൈക്കൊള്ളണേ. ഇത് തന്നെയാണ് ഇപ്പോഴും കൂട് തുറക്കുമ്പോ പാടുന്ന പാട്ട്. കൂട് തുറക്കുമ്പോ കുറെ കാലം ഉണ്ടായിരുന്നു. പിന്നെ ചില വർഷങ്ങളിൽ ഇപ്പൊ ഈ പാട്ടൊന്ന് മാറിപ്പോവാറുണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ ഈ പാട്ട് പാടണമെങ്കിൽ അത്ര എളുപ്പമല്ല. ഇതിപ്പോ ഇങ്ങനെ വളരെ എന്താ പറയാ ലൈറ്റ് ആയിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് കഴിയുമ്പോ വളവും തിരിവും ഭയങ്കര ക്ലാസിക്കലാവും, ഹൈ പിച്ചാവും, പിന്നെ പിച്ച് കയറും. അപ്പൊ കുറച്ച് പണിയുണ്ട് ഇത് പാടി ഒപ്പിക്കണമെങ്കിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ചില വർഷങ്ങളിൽ സ്കിപ്പ് ചെയ്യും, ചില വർഷങ്ങളിൽ പാടും. അങ്ങനെ പോകുന്നു. അതെ അതെ അതെ. ഈ ലുത്തനി അങ്ങനെ പ്രാർത്ഥനയായിട്ട് പോകാറുള്ളൂ, പാട്ടായിട്ട് ചൊല്ലുന്നത് കുറവാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ജെയിംസ് ചേട്ടൻ്റെ ഒരു സ്വരത്തിൽ ഏറ്റവും കൂടുതൽ ഒരു നിത്യഹരിത ഗാനമായി മാറിയിട്ടുള്ളത് സ്വർണ്ണാഭ തൂകുന്ന ഡേവിസ് ചേട്ടനാണ്. ജെയിംസ് ചേട്ടൻ്റെ പോലെ തന്നെ ഡേവിസ് ചേട്ടനും ഒരുപാട് തലമുറകൾക്ക് അറിയാവുന്ന ആളാണ്. ഡേവിസ് ചേട്ടനാണ് ആ പാട്ടിന് മ്യൂസിക് ചെയ്തിട്ടുള്ളത്, സംഗീതം കൊടുത്തിട്ടുള്ളത്. പിന്നെ അത് എഴുതിയിട്ടുള്ളത് മേരി ഫാൻസി, ഞങ്ങളുടെയൊക്കെ സുഹൃത്ത് ഡെന്നിയുടെ പെങ്ങളാണ്. അപ്പോൾ ആ പാട്ടും ഇതുപോലെ വലിയ ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ്. അതിലെ ഒരു 2 വരി നമുക്കൊന്ന് പെരുന്നാളായിട്ട്
കേൾക്കാം. സ്വർണാഭതൂകുന്ന ദീപനാളങ്ങളിൽ സ്വർഗത്തിൻ വാതിൽ തുറന്നു വരും. ഉണ്ണിയെ കയ്യിലെടുത്ത പിതാവിനെ വന്ദനം ചെയ്യുവിൻ ഭക്ത്യാദരാൽ. സ്വർണാഭതൂകുന്ന ദീപനാളങ്ങളിൽ സ്വർഗത്തിൻ വാതിൽ തുറന്നു വരും. ഉണ്ണിയെ കയ്യിലെടുത്ത പിതാവിനെ വന്ദനം ചെയ്യുവിൻ ഭക്ത്യാദരാൽ. ജെയിംസേട്ടൻ്റെ പാട്ടിൽ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ വരുമ്പോൾ ആരും അങ്ങനെ ക്ലാസിക്കലി പഠിക്കാൻ പോയിട്ടുള്ള ഒരൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 90s ഇന്നത്തെ അത്ര പ്രോത്സാഹനങ്ങളൊന്നും വീട്ടിൽ നിന്നൊന്നും ആർക്കും കിട്ടാറില്ല. അപ്പോൾ ശരിക്ക് നമ്മൾ ഫ്ലാറ്റായിട്ടൊക്കെ പാടുമ്പോൾ ഈ വളവുകൾ, ഒടിവുകൾ, തിരിവുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ജെയിംസേട്ടൻ പാടുമ്പോൾ അല്ലെങ്കിൽ ഡേവിസേട്ടൻ പാടുമ്പോഴൊക്കെയാണ്. അപ്പോൾ ഈ പാട്ടും വളരെ മനോഹരമായിട്ടുള്ള ജെയിംസേട്ടൻ്റെ ശബ്ദത്തിൽ അന്ന് CD-യിലും കാസറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഉണ്ടായിരുന്നൊരു പാട്ടാണ്. പിന്നീട് നമ്മളിത് ശ്രേയക്കുട്ടിയെ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫീമെയിൽ വെർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഈ വർഷം നമ്മൾ മഞ്ചരിയുടെ ഒരു സോങ്ങാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതുപോലെയുള്ള പാട്ടുകൾ, അതായത് പാവർട്ടിയുടെ ഒരു മ്യൂസിക്കൽ കൾച്ചർ, അത് പെരുന്നാൾ കാലത്തും പെരുന്നാളിൻ്റെ സമയത്തല്ലാത്തപ്പോഴും, അല്ലെങ്കിൽ പാവർട്ടി പള്ളിയുടെ ഒരു മ്യൂസിക്കൽ കൾച്ചർ, അതിനെ നന്നായിട്ട് സംരക്ഷിച്ചു കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രോഗ്രസീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് നമ്മൾ പാട്ടുകൾ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു 2017 നിന്ന് ആരംഭിച്ച ഒരു സംഗീതയാത്രയാണ് ഈ വർഷം മഞ്ചരിയിൽ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ജെയിംസനോട് നമ്മളിടയ്ക്ക് ഇങ്ങനത്തെ പാട്ടുകളെ പറ്റിയിട്ടും പഴയ പാട്ടുകൾ നമ്മൾ ചിലതൊക്കെ പുനരാവിഷ്കരിക്കുന്നതിനെ പറ്റിയിട്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഈ പാട്ട് ഇപ്പോൾ മഞ്ചരിയുടെ സോങ്ങിനെ പറ്റിയിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ വരികളും അതുപോലെ കരോക്കെ ട്രാക്കും ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജെയിംസേട്ടൻ്റെ ഈ ഓരോരോ തിരക്കുകളിലാണ് എല്ലാവരും. അപ്പോൾ എന്നിട്ട് നമ്മളിവിടെ ജസ്റ്റ് വന്ന് അത് ഒന്ന് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് ആദ്യം നമുക്ക് മൈനസ് ട്രാക്ക് ഇല്ലാണ്ട് ഇപ്പം പാടിയ പോലെ ഒന്ന് രണ്ടുപേരും കേൾക്കാം. കനിവാർന്ന കൈകളിൽ നൽകിടാം കനലെരിയും എൻ ജീവിതം. യാചന കേൾക്കണേ സ്നേഹതാദാ, യൗസേപ്പിതാവേ പുണ്യവാനേ പുണ്യവാനേ. കനിവാർന്ന കൈകളിൽ നൽകിടാം കനലെരിയും എൻ ജീവിതം. എന്ത് രസം ഇങ്ങനെ ഇരുന്ന് കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ നല്ല നല്ല പാട്ടുകൾ ഇതുപോലെ ഇങ്ങനെ നിങ്ങൾക്ക് പള്ളിയിലൊക്കെ പോകുമ്പോൾ ഭയങ്കര ഒരു പള്ളി പോകാനൊരു ഇഷ്ടമായിരിക്കില്ല. കാരണം ജെയിംസ് ചേട്ടൻ്റെ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ ഇങ്ങനെ നല്ല ശബ്ദത്തിൽ കേൾക്കാനുള്ളൊരു ഇഷ്ടം കൂടെ ഉണ്ടാവും. ഇപ്പം ഞാൻ കൊയറിൽ വന്ന കാലഘട്ടം തൊട്ട് കേൾക്കുന്നൊരു ശബ്ദമാണ്. ഇപ്പോൾ കൊയറിലില്ല, പക്ഷേ നമ്മുടെ തൊട്ടടുത്തുള്ള ആശ്രമ ദേവാലയത്തിൽ ഗോവിന്ദയിൽ രാവിലെ 8:30 ജെയിംസേട്ടൻ്റെ പാട്ടുകളും ജെയിംസേട്ടൻ്റെ സ്വരമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഈ പാട്ടുകൾ ഈ പാടുന്ന ആളും അതോടൊപ്പം തന്നെ ഒരുപാട് പാട്ടുകൾ നമ്മളെ ഓൺ മ്യൂസിക് എന്ന് പറയാവുന്ന രീതിയിൽ പാവർട്ടിക്കാരുടെ പാട്ടുകൾ എന്ന് പറയാൻ രീതിയിൽ ഒരുപാടുണ്ട്. പലർക്കും ഇത് പാവർട്ടിയിലെ ആൾക്കാർ പാടി ഹിറ്റാക്കിയതാണ്, മ്യൂസിക് കൊടുത്തതാണ്, പിന്നെ അല്ലെങ്കിൽ വരികൾ എഴുതിയതാണെന്ന് പലർക്കും അറിയില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു രേഖപ്പെടുത്താൻ നമുക്ക് കഴിയുന്നത് നമ്മളൊരു സന്തോഷമായിട്ട് കരുതുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് പാട്ടുകൾ പാവർട്ടിന്ന് പിറക്കുന്നുണ്ടല്ലേ. അവിടെ തന്നെ രചനയും സംഗീതവും ആലാപനവും ഒക്കെ അതിനുള്ള ആളുകൾ നമ്മുടെ പാവർട്ടിയിൽ തന്നെ ഉണ്ട്. എല്ലാവരുടെയും കഴിവുകൾ. അത് മാത്രമല്ല, ഞങ്ങളിപ്പോൾ കൊയറിൽ നിന്നൊക്കെ പോയിട്ട് എല്ലാവരും ഓരോരുതായ വഴികളിലാണ്. ഇപ്പോൾ ഈ വർഷത്തെ പാട്ട് ചെയ്തിട്ടുള്ള അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ള ലിജോ ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ തൃശ്ശൂരാണ് താമസിക്കുന്നത്. ഞാനും പകുതി തൃശ്ശൂരാണ്, ഒരു പകുതി മാത്രമേ പാവർട്ടിയിലുള്ളൂ. അപ്പോൾ പിന്നെ ടിറ്റോ ആണെങ്കിലും പാവർട്ടിയിലുണ്ടെങ്കിലും ഷൂട്ടിങ്ങും പരിപാടികളും സീരിയലും ഇതൊക്കെ ആയിട്ട് തിരുവനന്തപുരം, എറണാകുളം തന്നെയാണ്. പക്ഷെ ഞങ്ങളൊക്കെ നമ്മളൊക്കെ കണക്ട് ചെയ്ത് നിർത്തുന്ന, ബന്ധിപ്പിച്ച് നിർത്തുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുന്നാള്, യൗസപിതാവ്, പാവർട്ടി, നമ്മുടെ നാട്. അതെ.
അപ്പൊ എന്തായാലും ജെബിൻ ചേട്ടന്റെ ഒരു പാട്ടും കൂടെ കേൾക്കാം നമുക്ക്. എന്തായാലും നമ്മൾ പാവറട്ടിലെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ജെബിൻ ചേട്ടനും ഒരു പാട്ടുകാരനാണ്, പാട്ട് എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്, ഒക്കെ പാട്ടുകാരൻ എന്നതിലുപരി നമ്മൾ പാട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എഴുതിയ പാട്ട് കഴിഞ്ഞ 2 വർഷം മുന്നേ പുറത്തിറങ്ങിയിട്ടുള്ള വിധു പ്രതാപും ഇവരും പാടിയിട്ടുള്ള പാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഒരു ഡിവോഷണൽ സോങ് ആണ്, വളരെ നല്ല മനോഹരമായിട്ടുള്ള മെലഡിയാണ്. ആ പാട്ട് നമ്മൾ ഡിവോഷണലാണ്, ഒപ്പം തന്നെ പുതിയ തലമുറയ്ക്ക് കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് ഫാസ്റ്റ് നമ്പർ ആയിരുന്നു. വരികളൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു നൊസ്റ്റാൾജിയും ഇവിടെ നിന്ന് വിട്ടുപോയവർക്ക് നാട്ടിലേക്ക് എത്താൻ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒരു വേദന വരുന്ന രീതിയിൽ. അപ്പം മനസ്സിൽ നമ്മൾ തിരികെ ഞാൻ വരുമെന്ന അറബിക്കഥയിലെ പാട്ടൊക്കെയാണ് നമ്മുടെ ഒരു ടെക്സ്റ്റ്. അപ്പോൾ അതിൻ്റെയൊക്കെ പോലത്തെ റൂട്ടിലാണ് നമ്മൾ ആ പാട്ട് അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നത്. അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിലത്തെ ഒരു പോർഷൻ ഒന്ന് പാടാം. ഒരു വട്ടം കൂടി നമ്മുടെ പാവറട്ടി പള്ളിയിലെത്തി പുണ്യാളനെ കണ്ടു മടങ്ങും പെരുന്നാൾ കൂടണ്ടേ പരിപാവന പാദം തേടി 10,000 അണയും നേരം അതിലൊരു മൺതരിയായി ഞാനും ഒഴുകിയണഞ്ഞിടും. പിന്നെ അതിലെ രണ്ടാമത്തെ പോർഷനൊക്കെ എനിക്ക് ഭയങ്കര പേഴ്സണലി ഞാൻ എഴുതിയതിൻ്റെ ഒരു ഇതുകൊണ്ടല്ല, പക്ഷെ എല്ലാം നമ്മൾ എല്ലാ ഘടകങ്ങളും കൂട്ടിയിണക്കി വന്നപ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചൊരു ടാർഗറ്റ് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. അത് ഈ വരികളായിരുന്നു. പെരുന്നാളിൻ പകലിരവുകളിൽ പ്രിയരോടൊപ്പം തിരുനടയിൽ വന്നെത്താം വഴിപാടിൻ വഴിയിൽ നിൻ പുണ്യം നേടാം. പല നാട്ടിൽ നാം പോയാലും പല കാലം പോയാലും ഹൃദയങ്ങൾ ഇവിടല്ലേ ഈ നാടിൻ തീരത്തല്ലേ. ഇത് വളരെ ഇഷ്ടപ്പെട്ട വരികളാണ്. ശരിയാട്ടോ, നേരത്തെ തിരികെ അതിന്റെ ഒരു റൂട്ടാണ്. അതിനിപ്പോ നമ്മള് പെരുന്നാള് ഇവിടെ ആഘോഷിക്കാൻ അതെ ഒരു ഭയങ്കര ടച്ചിങ് ആയിരിക്കും. ഇപ്പോൾ തിരികെ അല്ലെങ്കിൽ ഇപ്പോൾ വയലാറിന്റെ ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, അങ്ങനെയൊക്കെ നമ്മളെ നാട്, നമ്മുടെ നൊസ്റ്റാൾജിയ, നമ്മുടെ എന്താ പറയുക പള്ളി സ്കൂളിന്റെ സ്റ്റെപ്പും അവിടെ ഇങ്ങനത്തെ കുറെ ഐക്കോണിക് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായി. പള്ളി സ്കൂളിന്റെ സ്റ്റെപ്പ് ഇപ്പോൾ ഒന്നും ഇല്ല, പക്ഷെ ചില ഐക്കോണിക് സ്ഥലങ്ങള് ചില അവിടെ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു വൈബ് ഇതിനൊക്കെ ഓർമ്മിപ്പിക്കണം. ഈ പാട്ട് കേട്ടാൽ അത് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് ആ വരികളും ഇത് വന്നത്. അത് രതീഷ് നാരായണൻ മനോഹരമായിട്ട് അന്ന് മ്യൂസിക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രോൺസണായിരുന്നു അതിൻ്റെ ബാക്കി മിക്സിങ്, മാസ്റ്ററിങ്, പിന്നെ ഓർക്കസ്ട്രേഷൻ്റെ കണ്ടക്റ്റിങ്, അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ ബ്രോൺസൻ്റെ ഒരു സിഗ്നേച്ചർ ഉണ്ടായിരുന്നു. പിന്നെ പാപ്പ ഫ്രൈസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ബ്രദേഴ്സ് എല്ലാവരും കട്ടയ്ക്ക് എല്ലാ വർഷങ്ങളിലും കൂടെ ഉണ്ടായിരുന്നു. ഈ വർഷം അവർ കൂടെയുണ്ട്. അപ്പോൾ ഈ വർഷം നമ്മൾ ഈ മഞ്ജരിയുടെ സോങ്ങാണ്. ഇത് 2 വർഷം മുന്നായിരുന്നു. ഓരോ വർഷം ഓരോ പുതുമകൾ. ഇപ്പോൾ 149 പെരുന്നാളിന് 149 റീൽസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഹിന്ദി, തമിഴ്, മൾട്ടി ലാംഗ്വേജ് ആണ്. അപ്പോൾ ഇത്രയും പരിപാടികളൊക്കെ നമുക്ക് പുറത്തിറക്കാൻ സാധിക്കുന്നത് നമ്മുടെ ഒപ്പമുള്ള ക്രിയേറ്റീവായിട്ടുള്ള ടീം. ഇനിയിപ്പോൾ ക്രിയേറ്റിവിറ്റി കുറച്ച് കുറഞ്ഞാലും ഇതിൻ്റെ ഒപ്പം നിൽക്കാനുള്ള സന്മനസ്സുള്ള ഒരു ടീം, സഹൃദയത്തുള്ള ടീം. അപ്പോൾ അങ്ങനെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് നൽകുന്ന മറ്റൊരു ടീം, അതൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ യാഥാർത്ഥ്യമാവുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോ തിരുനാൾ പ്രൊജക്റ്റുകളും, പാട്ടാണെങ്കിലും മറ്റ് പരിപാടികളാണെങ്കിലും, നമ്മുടെ ദേവാലയത്തിൽ നിന്ന് യാതൊരുവിധ സാമ്പത്തിക സഹായങ്ങളും സ്വീകരിക്കാതെ സപ്പോർട്ടുകൾ മാത്രമേ ഉള്ളൂ. വേറെ ഫിനാൻഷ്യൽ ഹെൽപ്പുകളൊന്നും കിട്ടാറില്ല. അത് നമ്മളെ സ്നേഹിക്കുന്നവർ, നമ്മളെ വിശ്വസിക്കുന്നവർ നമുക്ക് തരുന്ന സ്നേഹം കൊണ്ടാണ് നമ്മുടെ പ്രൊജക്റ്റുകൾ. കാരണം ഒന്നും ചെറിയ പരിപാടികളല്ലാന്ന് ഒരു തവണയെങ്കിലും ഇതിൻ്റെ പുറകെ നടന്നിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതൊന്നും അത്ര പെട്ടെന്ന് എടുത്ത് വെക്കാൻ പറ്റുന്ന പദ്ധതികളും പരിപാടികളല്ലാന്ന്. പക്ഷെ അതൊക്കെ സുഖമല്ല. കാരണം വെച്ചാൽ ഇപ്പോൾ മഞ്ജരി വരുന്നു, MG ശ്രീകുമാർ വരുന്നു, ശ്രീകുട്ടി വരുന്നു, ഉണ്ണിമേനൻ വരുന്നു, ബിജു നാരായണൻ വരുന്നു, മധുബാലകൃഷ്ണൻ വരുന്നു, വിധു പ്രതാപ് വരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഇവരുടെയൊക്കെ പേയ്മെൻറ്റുകൾ, ഇവർ പറയുന്ന സ്റ്റുഡിയോകളിലുള്ള റെക്കോർഡിങ്, ഇതിൻ്റെ പിന്നാലെയുള്ള അലച്ചിലുകൾ, ഇവർ പറയുന്ന ഡേറ്റ് ഒറ്റയടിക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അവർ നമ്മളെക്കാളും 4 ഇരട്ടി തിരക്കുള്ളവരാണ്. പക്ഷേ ഇതൊക്കെയും നമ്മളൊക്കെ നടത്തിത്തരുന്നത് പുണ്യാളൻ്റെ കൃപ കൊണ്ട് കറക്റ്റ് സമയത്ത്. എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും പെരുന്നാളിൻ്റെ ഒരാഴ്ച മുന്നേ അത് എങ്ങനെയാലും
അത് സെറ്റായിട്ടുണ്ടാവും. അതൊരു ട്രസ്റ്റാണ്. അപ്പം അത് എന്തൊക്കെ പറഞ്ഞാലും അതൊരു വലിയ ഒരു ട്രസ്റ്റാണ്. പുണ്യാളനും ഞങ്ങളൊക്കെ ഉള്ളൊരു എന്തോ ഒരു ബോണ്ടിങ് ഉള്ള പോലെയാണ്. ആ ഒരു ഇതിൻ്റെ പുറത്താണ് ഇതൊക്കെ നടപ്പിലാവുന്നത്. അപ്പോൾ പുണ്യാളൻ്റെ കൃപയ്ക്ക് പ്രത്യേകം നന്ദി. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ സൗഹൃദങ്ങൾ ഇനിയും ഒരുപാട് കാലം മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം പിന്നെ ജെയിംസേട്ടനെ സംബന്ധിച്ച് ഇപ്പോൾ 62 വയസ്സായി, ഷഷ്ടിപൂർത്തിയൊക്കെ കഴിഞ്ഞു. എന്നിട്ടും ഈ സ്വര സൗഭകം ഇതുപോലെ തന്നെ സ്വരമാധുര്യം ഒക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നു. അതിലൊരുപാട് സന്തോഷം. അപ്പോൾ ഇനിയും ഒരുപാട് തലമുറകൾക്ക് ഈ പഴയ പാട്ടുകളും ഒക്കെ പാടി ഇങ്ങനെ ജീവിതം ഇനിയും സംഗീത സുരഭിലമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എന്താ പറയാനുള്ളത്? എന്താ പറയുക വെച്ചാൽ പാവറ്റി പെരുന്നാൾ ബേസ് ചെയ്തിട്ടുള്ളതായ കാരണം അത് പാട്ടുകളുടെ പെരുന്നാൾ എന്നുള്ളത് അതൊരു സത്യം തന്നെയാണ്. അപ്പം നമ്മളും ഇനി എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞ വെച്ചാൽ നമ്മൾ ജീവിതാവസാനം വരെ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. എൻ്റെ അഭിലാഷം അതാണ്. പക്ഷെ അതിനുള്ള സ്വരം എല്ലാം ആരോഗ്യമൊക്കെ നമുക്ക് ദൈവം തരട്ടെ. എല്ലാവർക്കും, ജെബിനും നിങ്ങൾക്കും എല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എന്തായാലും നമ്മൾ പാവറട്ടി പെരുന്നാൾ, പാട്ട് പെരുന്നാൾ, അതിൻ്റെ വിശേഷങ്ങൾ ഇപ്പോൾ ഇത് പാവറട്ടിയിലുള്ളവരൊക്കെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് വർഷങ്ങളായിട്ടുള്ള ഒരു പാട്ട് പെരുന്നാൾ യാത്രയിലൂടെ ആയിരുന്നോളും ഇത്രയും നേരം പോയിരുന്നത്. അപ്പോൾ പാവറട്ടി ഈ പാട്ടും ഒക്കെ ആയിട്ട് ബന്ധമുള്ളവർക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യാവുന്ന ഒരുപാട് കഥകൾ നമ്മളിങ്ങനെ കേട്ടു, നല്ല നല്ല പാട്ടുകൾ കേട്ടു. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല പാട്ടുകളായിട്ട് നമുക്ക് ഇനിയും കൂടാനായിട്ട് പറ്റട്ടെ. നല്ല പാട്ടുകൾ എഴുതാനായിട്ടും പാടാനായിട്ടും മ്യൂസിക് ചെയ്യാനായിട്ടും പാവറട്ടിക്കാർക്ക് എല്ലാവർക്കും ഇനിയും സാധിക്കട്ടെ. നിങ്ങൾക്കും ബാക്കി നിങ്ങളുടെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഇനിയും സാധിക്കട്ടെ. നമുക്കത് ആസ്വദിക്കാനായിട്ട് എല്ലാവർക്കും പറ്റട്ടെ. അപ്പോൾ ഒരിക്കൽ കൂടെ ഈ വർഷത്തെ മഞ്ജരി ആലപിച്ച നമ്മുടെ കനിവാർന്ന എന്ന് തുടങ്ങുന്ന ടിറ്റോ, ഈണം പകർന്ന ലിജോ, വരികൾ എഴുതിയ റോൺസൺ, മിക്സിംഗ് ആൻഡ് മാസ്റ്ററിംഗ് നിർവഹിച്ച സെജോ, ഓർക്കസ്ട്രേഷൻ ചെയ്ത നമ്മുടെ പാപ്പറോയിൻസ് ടീം അംഗങ്ങളെല്ലാം അതിൻ്റെ അണിയറയിൽ സഹകരിച്ച ഈ ഗാനം എല്ലാവരും ഏറ്റെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ആ പാട്ട് കേൾക്കാൻ ശ്രമിക്കുക. യൂട്യൂബിലാണെങ്കിൽ നിങ്ങളുടെ ലൈക്കുകളും കമൻറ്റുകളും എല്ലാം നിർലോഭം നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇനിയും ഈ പാട്ട് പെരുന്നാൾ തുടരാൻ പുണ്യാളൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഹാപ്പി പെരുന്നാൾ. താങ്ക് യു. കനിവാർന്ന കൈകളിൽ നൽകിടാം കനലരിയും എൻ ജീവിതം. യാചന കേൾക്കണേ സ്നേഹതാദാ, യൗസേ പിതാവേ പുണ്യവാനേ പുണ്യവാനേ. കനിവാർന്ന കൈകളിൽ നൽകിടാം കനലരിയും എൻ ജീവിതം. അധ്വാനികൾക്കെന്നും ആലംബമേ, ഭാരം വഹിക്കുന്നോർക്കത്താണിയേ. അധ്വാനികൾക്കെന്നും ആലംബമേ, ഭാരം വഹിക്കുന്നോർക്കത്താണിയേ. അനുദിനം തവ തിരുപദമലരിൽ അനുദിനം തവ തിരുപദമലരിൽ ശരണം തേടുന്നു ഞങ്ങൾ. നിന്നിൽ അഭയം തേടുന്നു ഞങ്ങൾ. കനിവാർന്ന കൈകളിൽ നൽകിടാം കനലരിയും എൻ